കേന്ദ്ര സർക്കാരിന് ആശ്വാസമായി ഒരു വമ്പൻ ലോട്ടറി ഇപ്പോൾ അടിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, അമേരിക്ക ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകരാജ്യങ്ങളടക്കം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഭാരതവും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു വേളയിലാണ് കോടികൾ വലിയൊരു ആശ്വാസമായി കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതോടെ സാമ്പത്തിക രംഗം ശാന്തമാക്കാൻ പല വഴികൾ നോക്കുന്നതിനിടെയാണ് ഒരു ലോട്ടറി തന്നെ ഇപ്പോൾ, അതായത് ലോട്ടറിയുടെ രൂപത്തിൽ RBI എത്തിയിരിക്കുന്നത്. RBIയുടെ ലാഭവിഹിതമായിട്ടാണ് കോടികൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വില ഉയർത്തിയും ചെലവുകൾ കുറച്ചും പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം നടത്തവെയാണ് RBIയുടെ ലാഭവിഹിതം ആശ്വാസമാകുന്നത്. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള ലാഭവിഹിതമായിട്ടാണ് 2.87 ലക്ഷം കോടി രൂപ RBI കേന്ദ്ര സർക്കാരിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നൽകിയ ലാഭവിഹിതത്തേക്കാൾ കൂടുതലാണ് ഇതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓരോ വർഷവും പ്രവർത്തന ചെലവിനും കരുതൽ ധനവും മാറ്റിവെച്ച് ബാക്കി വരുന്ന തുക RBI കേന്ദ്ര സർക്കാരിന് ലാഭവിഹിതമായി നൽകാറുണ്ട്. എങ്ങനെയാണ് കേന്ദ്ര ബാങ്കിന് വരുമാനം കിട്ടുക എന്നറിയാമോ? ഇന്ത്യയിൽ കരുതൽ ധനം വിദേശ ബോണ്ടുകളിൽ നിക്ഷേപിച്ച് RBI വരുമാനമുണ്ടാക്കും. വിപണിയിൽ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ ഡോളർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് വഴി വിനിമയ ലാഭവും RBIക്ക് കിട്ടും. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും ബോണ്ടുകളിൽ നിക്ഷേപിച്ചും RBI വരുമാനം കണ്ടെത്തും. റിപ്പോ വഴി ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളിൽ നിന്നും RBIക്ക് പലിശ വരുമാനമുണ്ട്. നോട്ട് അച്ചടിക്കുമ്പോൾ ലഭിക്കുന്ന സീനിയറേജ് ലാഭം വേറെയും കിട്ടും. കൂടാതെ കമ്മീഷനുകളും RBIക്ക് കിട്ടും. ഇതെല്ലാം വഴിയാണ് റിസർവ് ബാങ്ക് കൂടുതൽ പണം കയ്യിലെത്തുക. കേന്ദ്ര സർക്കാരിന് 2.87 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് ലാഭവിഹിതം കൈമാറാനും കരുതൽ ധനം 1.9 ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിക്കാനും RBI തീരുമാനിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടം, അതോടൊപ്പം തന്നെ സബ്സിഡി ഭാരം, സാമ്പത്തിക വളർച്ച മാന്ദ്യം എന്നിവയിൽ നിന്നുള്ള സമ്മർദ്ദം നേരിടുന്ന കേന്ദ്ര ധനസ്ഥിതിക്ക് ഇതൊരു വലിയ ഉത്തേജനമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ ധനകമ്മി തടയാൻ ഇത് മതിയാകുമോ എന്നതിൽ സാമ്പത്തിക വിദഗ്ധർക്ക് ഒരു ഭിന്ന അഭിപ്രായമുണ്ട്. ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഡെപ്യൂട്ടി ഗവർണർമാർ അടക്കമുള്ള അംഗങ്ങൾ ആഗോള ആഭ്യന്തര സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിരുത്തി. കൂടാതെ നികുതിയേതര വരുമാനത്തിൽ 90.8 വരുമാനം ഈ കൈമാറ്റം ധനകമ്മിക്ക് മേലുള്ള സമ്മർദ്ദം അത് ലഘൂകരിക്കുമെന്ന് ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ചിന്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധൻ ദേവേന്ദ്ര കുമാർ പന്ത് പറയുകയാണ്. ധനമന്ത്രാലയം 2026 സാമ്പത്തിക വർഷത്തിൽ RBIയിൽ നിന്നും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുമായി 3.15 ലക്ഷം കോടി രൂപയുടെ ലാഭവിഹിതമാണ് ബജറ്റിൽ വകയിരുത്തിയത്. 2027 സാമ്പത്തിക വർഷത്തിൽ വരുമാനം നോക്കുമ്പോൾ 3.16 ലക്ഷം കോടി രൂപയായി നിശ്ചയിച്ചിരിക്കുകയും ചെയ്തു. CRBയിലേക്കുള്ള 1.9 ലക്ഷം കോടി രൂപയുടെ വകമാറ്റം അല്ലെങ്കിൽ കൈമാറ്റം 2025 സാമ്പത്തിക വർഷത്തിലെ 44,862 കോടി രൂപയേക്കാൾ കൂടുതലാണ്. നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും ബാങ്കിന്റെ പ്രകടനവും പരിഗണിച്ചാണ് ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.